ഞങ്ങളിന്ന് ഷിജുക്കുട്ടനെയും കൊണ്ട് കോയമ്പത്തൂർ ബ്രൂഫീൽഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രൂഫീൽഡ് വന്നപ്പോൾ ഷിജുക്കുട്ടനയ്ക്ക് കുറച്ച് പേടിയൊക്കെ പിടിച്ചു. അത് ഉയരം കൂടിയ ബിൽഡിംഗ് അല്ലേ, അപ്പോൾ എന്നെ പിടിക്കുക, ട്രൗസറിൽ സ്വന്തം കൈ കൊണ്ട് പിടിക്കുക, അതൊക്കെ അവനക്ക് പേടിയായിട്ടാണ് പിടിക്കുന്നത്. ചെറുപ്പത്തിലൊന്നും അവനിക്കിങ്ങനെ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോവുകയാണെങ്കിൽ ഒരു പേടിയില്ലാത്ത കുട്ടിയായിരുന്നു. ഒരു 2-3 വർഷമായിട്ടാണ് അവനിക്കിങ്ങനെ കുറച്ചിങ്ങനെ പേടികളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഉയരമുള്ള കെട്ടിടത്തേക്കൊക്കെ സ്ഥിരമായി കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെയാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. ചില സമയത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചില സമയത്ത് പഴയ മരുത്തിനായി വരുന്നുണ്ട്. സ്ഥിരമായി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാറുന്നു വിചാരിക്കണോ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ഓട്ടിസം കുട്ടികളുടെ പല രക്ഷിതാക്കളും വിളിക്കാറുണ്ട്, അച്ഛന്മാരും അമ്മമാരൊക്കെ വിളിക്കാറുണ്ട്. ഒരു 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് പ്രായമായ കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കളാണ് അധികം വിളിക്കുന്നത്. പിന്നെ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർക്കൊക്കെ പിന്നെ കുറേ അനുഭവങ്ങളൊക്കെ അറിയുമല്ലോ. അപ്പോൾ കൂടുതൽ അനുഭവങ്ങളില്ലാത്തവരൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവർക്ക് പല ഉപകാരങ്ങളാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ. എല്ലാ ദിവസവും നിറയെ ആളുകൾ വിളിക്കും. അപ്പോൾ നമ്മളൊക്കെ ആകുന്നത്ര നമ്മൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. ഷിജുവിന് എത്ര വയസ്സിലാണ് ഓട്ടിസം തിരിച്ചറിഞ്ഞത്? ജനിക്കുമ്പോൾ തന്നെ ഓട്ടിസം തിരിച്ചറിയുമോ? ഈ ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി ഇങ്ങനെയുള്ളതൊക്കെ ഓട്ടിസമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ സെറിബ്രൽ പാൾസി, അതായത് ഡൗൺ സിൻഡ്രോം, ഇതൊക്കെ ജനിക്കുമ്പോൾ മുമ്പ് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അതിനുള്ള ടെസ്റ്റുകളുണ്ട്. അത് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി എന്നിങ്ങനെയുള്ള കുട്ടികളിനെയൊക്കെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഓട്ടിസം കുട്ടികളെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. അവർ സാധാരണ കുട്ടികളെ പോലെയാണ് ഉണ്ടാകുക. അവൻ്റെ സ്വഭാവ വൈകല്യവും സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഓരോരോ പ്രായത്തിൽ ഓരോ ഡെവലപ്മെൻറ്റ് അവർക്ക് വരാനുണ്ട്. ഓരോരോ സമയങ്ങളിൽ തലയുറക്കൽ, കവിഴൽ, മുട്ടുകുത്തൽ, നീന്തൽ, ഒറ്റയ്ക്ക് ഇരിക്കൽ, ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കൽ, പിന്നെ 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അമ്മ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കൽ, ഇതിലെല്ലാം കുറവ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഷിജുക്കുട്ടൻ ഇതെല്ലാം അതാത് സമയത്ത് നടക്കുകയും അതേമാതിരി തലയുറക്കലും എല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. 1.5 വയസ്സിന് ശേഷമാണ് ഷിജുക്കുട്ടനിലേക്ക് കുറവുകൾ വരാൻ തുടങ്ങിയത്. ഡെവലപ്മെൻറ്റ് 1.5 വയസ്സിന് ശേഷം പിന്നെ ഇല്ലാണ്ടായി. അത് 1.5 വയസ്സിന് ശേഷമാണ് കണ്ടു തുടങ്ങിയത്. അതങ്ങനെ പറഞ്ഞാൽ അവൻ വിളിച്ചാൽ വിളി കേൾക്കില്ല, നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നോക്കില്ല, അവൻ്റെ ലോകത്തിരിക്കുക, അവൻ്റെ ലോകത്ത് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒന്ന് കളിക്കുക, ശാന്തമായി ഇരിക്കുക, ആർക്കും ശല്യമില്ലാണ്ടിരിക്കുക, ഇതൊക്കെയായിരുന്നു അവനിൽ കണ്ടത്. അങ്ങനെയാണ് ഞങ്ങളിത് മനസ്സിലാക്കിയത്. അവരുടെ പ്രായമുള്ള കുട്ടികളായിട്ട് കളിക്കാണ്ടിരിക്കുക, കുട്ടികൾ കളിക്കാൻ വന്നാൽ ഇവർ മാറി ഒറ്റപ്പെട്ടു പോകും. അങ്ങനെയൊക്കെയായിരുന്നു ഷിജുവിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില കുട്ടികൾ 2 വയസ്സ് വരെ ഇതെല്ലാം ചെയ്ത് സംസാരിക്കുകയടക്കം ചെയ്യുന്ന കുട്ടികളുണ്ട്. 3 വയസ്സ് വരെയും സംസാരിച്ച കുട്ടികളുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത കുട്ടികൾക്ക് 3.5 വയസ്സിന് ശേഷവും ഓട്ടിസത്തിലേക്ക് നീങ്ങിപ്പോയ കുട്ടികളും എത്രയോ നമുക്ക് അറിയും. ടി വിയും അതേമാതിരി മൊബൈൽ ഫോണൊക്കെ കാണിച്ചിട്ടാണ് കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് പല കുടുംബത്തിലും രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞ് ഒറ്റപ്പെടുത്താറുണ്ട്. അത് വിർച്വൽ ഓട്ടിസം പറയും. അത് ഫോണും ടി വിയും കാണുന്നവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഓട്ടിസം അവസ്ഥയ്ക്ക് നീങ്ങുന്നതാണ്. അത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു 2-3 മാസത്തെ ട്രെയിനിങ് കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അതിനത് കാണിക്കാണ്ടിരുന്നാൽ മതി. പക്ഷേ സാധാരണ ഓട്ടിസം അങ്ങനെയല്ല. അത് ജീവിത അവസാനം വരെ ഉള്ളതാണ്. അതും ഇതിനെയും കൂടി ഒരിക്കലും ചേർത്ത് വായിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതിനെ അങ്ങനെ പറഞ്ഞാൽ ഈ കൊറോണ കാലത്തൊക്കെ നിറയെ കുട്ടികളൊക്കെ ഫോണും എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഓട്ടിസം വരണം. അതേമാതിരി ഗ്രാമപ്രദേശങ്ങളിൽ ഫോണും ടി വിയും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ട്. അതുകൊണ്ടൊക്കെ അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല. അത് വേറെ രീതിയിലുള്ള ഓട്ടിസമാണ്. അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. എല്ലാ കാലത്തും പിന്നെ ഇത് കുറച്ച് നിലനിൽക്കും. അങ്ങനെയുള്ളതാണ് നമ്മൾ സാധാരണ കുട്ടികളിൽ കാണുന്ന ഓട്ടിസങ്ങൾ. ഈ ഓട്ടിസം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ മറ്റ് വൈകല്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സെറിബ്രൽ പാൾസി, അതേമാതിരി ഡൗൺ സിൻഡ്രോം ഒക്കെ പെട്ടെന്ന് കണ്ടറിയും. എന്നാൽ അതുള്ള കുട്ടികൾക്കും ചിലവർക്ക് ഓട്ടിസം വരും, അവർക്കും ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ സാധാരണ ഓട്ടിസമുള്ള കുട്ടികൾ ഇപ്പോൾ ഷിജുക്കുട്ടന്മാരെയൊക്കെ ഇരിക്കും, അവനെയൊന്നും കണ്ടാൽ പെട്ടെന്ന് അറിയില്ല, സാധാരണ ആളുകളുടെ മാതിരി ഉണ്ടാവും. അപ്പോൾ ഓട്ടിസത്തിൽ തന്നെ പല വ്യത്യാസങ്ങളുള്ളവരുണ്ട്. ഇപ്പോൾ ഷിജുക്കുട്ടൻ സംസാരിക്കില്ല,
ഇപ്പോഴാണ് അവൻ ചെറിയ വാക്കുകളൊക്കെ പറയാൻ തുടങ്ങുന്നത്. എന്നാൽ നന്നായി സംസാരിക്കുന്ന കുട്ടികളുണ്ട്, അവരും ഓട്ടിസം കുട്ടികൾ തന്നെയാണ്. തീരെ സംസാരിക്കാത്തവരുണ്ട്, വഴക്കിടുന്നവരുണ്ട്, വസ്ത്രം തീരെ ധരിക്കാത്തവരുണ്ട്, കെട്ടിയിടുന്ന അവസ്ഥയിലുള്ളവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്. ഓട്ടിസം ഉണ്ടാവും, അവർക്ക് നടക്കാനും പറ്റാത്ത അവസ്ഥയുള്ളവരും ഉണ്ട്. അവർക്ക് ഓട്ടിസം വരാം. അങ്ങനെ പലതരത്തിലുണ്ട്. നമ്മൾ ഓട്ടിസം ഉള്ളവരിനെ എല്ലാവരെയും ഒരേമാതിരിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എല്ലാവരും വ്യത്യസ്തമായ രീതിയിലുള്ളവരാണ് ഓട്ടിസം കുട്ടികൾ. അതുകൊണ്ട് അവർക്ക് എല്ലാ ട്രെയിനിങ്ങും എല്ലാം വ്യത്യസ്തമാണ്. ഒരു കുട്ടിക്കനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്താ വേണ്ടത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നന്നായി സംസാരിക്കുന്ന ഒരു ചിത്രം വരയുന്ന ഒരു പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ അത് കണ്ടിട്ട് ശുചിക്കുട്ടൻ എന്താ പാട്ട് പാടാത്തത്, ശുചിക്കുട്ടൻ എന്താ ചിത്രം വരയാത്തത്, ശുചിക്കുട്ടൻ എന്താ 3-4 ഭാഷയിൽ സംസാരിക്കാത്തതെന്ന് അവിടെ ചോദ്യം വരാൻ പറ്റില്ല. അത് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കുട്ടികളിലും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവർക്ക് എന്താണോ കഴിവുള്ളത് അതിനെ ഉള്ള കഴിവിനെ ചേർത്തി പിടിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പം ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സുള്ള ഒരുപാട് ഡോക്ടർമാർ, എൻജിനീയർമാരൊക്കെ ഓട്ടിസം ഉള്ളവരുണ്ട്. അതേമാതിരി വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഓട്ടിസം ഉള്ളവർ. അവരിന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഓട്ടിസം എന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ അങ്ങനെയുള്ളവരും ഓട്ടിസം ഉള്ളവരുണ്ട്. അവരൊക്കെ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഇതുണ്ട് നമുക്കറിയുള്ളൂ. പലവരും ഓട്ടിസം ഉള്ളവരിനെ നമുക്കറിയില്ല. നമ്മൾ ശുചിക്കുട്ടനെ അതുപോലെ മറ്റു കുട്ടികളിനെ കണ്ടിട്ട് ഇതാണ് ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. ഒരുപാട് കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഈ മേഖലയിലുണ്ട്. ഇത് വലിയൊരു മേഖലയാണ്. നമ്മുടെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലായാൽ ആലോചിച്ച് വിഷമിക്കാതെ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. മറ്റുള്ളവർ ചെയ്യേണ്ടത് ഇത്തരം കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കുക. അവരിനെ ഒരു കാര്യത്തിലും കുത്തുവാക്ക് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതിരിക്കുക.